LBSൻ്റെ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ അടുത്ത സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 3 തുടങ്ങി ഒക്ടോബർ 5 വരെയാണ്. ഒക്ടോബർ 7 അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് 3-ാം തീയതി തുടങ്ങി 5-ാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാം. അതിൽ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. 2024-25 അക്കാഡമിക് ഇയറിലെ BSc നേഴ്സിംഗ് കോഴ്സിനും അതേപോലെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കും പുതിയതായിട്ട് വന്ന കോളേജുകൾ ഉൾപ്പെടെ ഓൺലൈൻ ഓപ്ഷൻ അല്ലെങ്കിൽ ഓൺലൈൻ അലോട്ട്മെൻറ്റ് നടത്തുകയാണ്. അത് 7-ാം തീയതി ഒക്ടോബർ 7 അലോട്ട്മെൻറ്റ്. അപ്പോൾ ഓൾറെഡി lbs.kerala.gov.in ഇതിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ, അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക് മാത്രമാണ് ഇതിന് അവസരമുണ്ടാവുക. അത് ഒക്ടോബർ 3-ാം തീയതി തുടങ്ങി ഒക്ടോബർ 5-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. മുമ്പ് നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളൊന്നും ഇതിൽ പരിഗണിക്കില്ല. പുതിയതായി തന്നെ ഓപ്ഷൻ കൊടുക്കണം. പഴയ ഓപ്ഷൻസ് നിലനിൽക്കില്ല. മുമ്പ് അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ NOC സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഈ 7-ാം തീയതിയിലെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫീസ് അടച്ച് 10-ാം തീയതിക്കുള്ളിൽ കോളേജിൽ ജോയിൻ ചെയ്യുകയും വേണം. ഇനി ഓൾറെഡി ഡേറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്ന ഒരിക്കൽ കൂടി ഒക്ടോബർ 3 തുടങ്ങി ഒക്ടോബർ 5 വരെ. അപ്പോൾ പുതിയതായിട്ട് തന്നെ നമ്മൾ ഓപ്ഷൻ അല്ലെങ്കിൽ കോളേജ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. പുതിയ പാരാമെഡിക്കൽ കോഴ്സുകൾ ഉള്ളതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് വേണമെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. ഇനി മുമ്പ് സമർപ്പിച്ച ഓപ്ഷനുകൾ ഇപ്പോൾ വാലിഡ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുതിയതായിട്ട് മുമ്പ് നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതവിടെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. പുതിയതായി തന്നെ ഓപ്ഷൻ കൊടുക്കണം. അതുപോലെ ഗവൺമെൻറ് കോളേജിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ നിർബന്ധമായിട്ടും NOC ഹാജരാക്കേണ്ടതുണ്ട്. അതുപോലെ NRI കോട്ടയ്ക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾ ആവശ്യമുള്ള രേഖകൾ ഇല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ NRI കൊടുക്കരുത്. ഓപ്ഷൻ നിങ്ങൾക്ക് NRI കോട്ടയ്ക്ക് കൊടുക്കാം, ഡോക്യുമെൻറ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ NRI അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ രേഖകളില്ലെങ്കിൽ NRI കൊടുക്കാതിരിക്കുക. ഇനി NRIക്ക് വേണ്ട രേഖകൾ എന്താണെന്നുള്ളത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, അലോട്ട്മെൻറ്റ് കിട്ടിയ എടുക്കാതിരുന്നാൽ, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ പിന്നീടുള്ള ഒരു അലോട്ട്മെൻറ്റ് നമ്മളെ പരിഗണിക്കില്ല. അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി വരുന്ന അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.